ഓ അവൾ മറച്ച്. ഹലോ, വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഒരു വിഷു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്. നല്ല തകർത്ത് മഴയാണ് കേട്ടോ. നല്ല വിഷുവിൻ്റെ മഴ. വിഷു ഒക്കെ മഴയിലാവുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നിക്കുവിൻ്റെ മാമി വിഷുവിന് വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി കിറ്റായിട്ട് കിട്ടുമല്ലോ, അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നപ്പോൾ നിക്കുവിന് 2 ഉടുപ്പ് മേടിച്ചിട്ട് വന്നു കേട്ടോ. വിഷുക്കോടി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ ആളത് വെച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ. കിട്ടിയപ്പോൾ മുതൽ ആളത് കയ്യിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോട്ടൻ്റെ നല്ല വീട്ടിലിടുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ തപ്പുന്നത് എന്താണെന്ന് വെച്ചാൽ നിക്കുവിനെ നമ്മുടെ ഒരു കുട്ടി കൃഷ്ണനായിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട്, ഒരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ തപ്പുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ ഭദ്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസ് മേക്കപ്പിന്. അത് നമ്മളിങ്ങനെ പണ്ടുമേ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ, കുട്ടി കളറുകളുള്ള ആ സംഭവം ഇട്ടാണ് കേട്ടോ ഇങ്ങനെ വാലൊക്കെ വരച്ച് കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ മേക്കപ്പൊന്നും അറിയത്തില്ല. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് പിന്നെ അവൾക്ക് ഇണങ്ങുന്ന രീതിയിൽ അവൾ ഇതിനൊന്നും റെഡി ആയിട്ടിരിക്കത്തില്ല. പക്ഷേ എന്തുകൊണ്ടോ ആൾ കുറച്ച് നന്നായിട്ട് അടങ്ങി ഒതുങ്ങി ഇരുന്ന് തന്നെ കേട്ടോ. അവൾക്കും എക്സൈറ്റഡ് ആയിട്ട് അവളും അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്ക് അമ്മതേ വിഷു കണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണി വെള്ളരിയും നമ്മളെ പൈനാപ്പിളും കൈതച്ചക്ക മാങ്ങ പഴം ഫുൾ വെജിറ്റബിൾസും നമുക്ക് കിറ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ മേടിച്ചത്. അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് അമ്മ വെക്കുകയാണ് കേട്ടോ. കണിക്കുന്ന പിന്നെ എങ്ങും കിട്ടാനില്ലല്ലോ, ആ കിറ്റിൽ കിടന്നാൽ കുറച്ച് നന്നായിട്ട് വാടി അതാണ് കേട്ടോ കിട്ടിയത് നമുക്ക്. അപ്പോൾ മുന്നെയൊക്കെ ഒരുപാട് കണിക്കൊന്നയൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ, മരത്തു നിന്നൊക്കെ പറിക്കാനും ഒക്കെ. പക്ഷേ ഇപ്പോൾ എടുത്തുമില്ല, എല്ലായിടത്തും ഇങ്ങനെ വിൽക്കാൻ വെക്കുന്ന വാടി കുഴഞ്ഞു പോയ കണിക്കൊന്നേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അത് അമ്മ ഇവിടെ ഉരുളിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിക്കുവിന് ജസ്റ്റ് ഒരു ചെറിയ ഫോട്ടോഷൂട്ട് പോലെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ സെറ്റ് ചെയ്തത്. ഇല്ലെങ്കിൽ പിന്നീട് നല്ല രാത്രിയായിട്ട് സെറ്റ് ചെയ്യുള്ളായിരുന്നു. ഇല്ലെങ്കിൽ നിക്കു ഇതൊന്നും ഇവിടെ വെച്ചേക്കത്തില്ല. അവളെല്ലാം ഇപ്പം തന്നെ നോക്കുന്നുണ്ട്, ഇതൊക്കെ എന്തുവാന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ ദേ ആളുടെ മേക്കപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മൾ മറ്റേ ഇങ്ങനെ തിലകമൊക്കെ ഇങ്ങനെ ചാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾ അത്യാവശ്യം നല്ല മര്യാദയ്ക്ക് തന്നെ ഇരുന്ന് തന്നു കേട്ടോ. സാധാരണ അങ്ങനെ ഇരിക്കാറില്ല. പക്ഷേ എന്തോ അവൾക്കും കുറച്ച് ഇതെന്തോ മേക്കപ്പാന്നൊക്കെ പറഞ്ഞിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അവളും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതേ അടുത്ത പണി നമുക്ക് മുണ്ടൊക്കെ കൊടുത്ത് തലയിൽ കെട്ടൊക്കെ വെക്കണം. അതിനൊക്കെ കുറച്ച് വയലൻ്റായിരുന്നു. വയലൻ്റല്ല, ആൾക്ക് ഇതെന്തോ തലയിൽ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇറിറ്റേഷനായിരുന്നു. അതൊക്കെ പറിച്ച് കളയായിരുന്നു. ആദ്യം ഭദ്ര ഒന്ന് ട്രൈ ചെയ്തു, നടന്നില്ല. അത് കഴിഞ്ഞ് അമ്മ വന്നിട്ട് അതൊക്കെ തലയിലൊക്കെ കെട്ടി വെച്ച് കൊടുത്തു. അത് തീർന്നപ്പോൾ വലിച്ച ഒരു എടുപ്പ് അതൊക്കെ എടുത്തു. ലാസ്റ്റ് ചേച്ചിയും ഭദ്രയും കൂടെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് നല്ല മെരുക്കിയെടുത്ത് നല്ല കുട്ടിയാക്കി തലയിലൊക്കെ അതൊക്കെ കെട്ടിക്കൊടുത്ത് നമ്മുടെ മയിൽപ്പീലിയൊക്കെ വെച്ച് കൊടുക്കുവാണേ. ഈ ഓടക്കുഴലില്ല ഓടക്കുഴലാണ്. ഓടക്കുഴല് അത് കുഴപ്പമില്ല, എങ്ങനെ ആ ഒരു ഇതിൽ വന്നാൽ മതി. ഇതാണെങ്കിൽ തരാം. ഓ ചക്ക തരാം. ചക്കയാ? ഓ ചക്ക തരാം. അതെ തന്നെ, മുല്ലപ്പൂ കൊണ്ടുവന്നേ ഇട്ട് കൊടുത്തേ. അങ്ങനെ നിക്കുവിൻ്റെ മേക്കപ്പ് ഫുൾ ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മയിൽപ്പീലിയൊക്കെ ഭദ്ര വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ണാന്നൊക്കെ വിളിച്ച് ഓരോ പോസ്റ്റൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നിക്കുവിന്. അവളതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വിഷുവിൻ്റെ ഡേ ആണ് കേട്ടോ. അന്ന് രാവിലെ നിക്കു നല്ല ഉറക്കമാണ്. ചേട്ടന് പോകണം കേട്ടോ ഓഫീസിൽ. അപ്പം ചേട്ടൻ പോകുന്നവരൊക്കെ അവൾ ഉണർന്നിട്ടില്ല. അതുകൊണ്ട് അവളുടെ കയ്യിൽ കൈനീട്ടം വെച്ച് കൊടുത്തേക്കുവാണ് കേട്ടോ. വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് അതേ കണി കാണാൻ പോവാണ് കേട്ടോ. നേരത്തെ ഒന്നും എഴുന്നേറ്റില്ല ഞാൻ. അമ്മ നേരത്തെ രാവിലെ എഴുന്നേറ്റ് അമ്മ വിളക്കൊക്കെ കൊളുത്തി വെച്ച് കേട്ടോ. പക്ഷേ ഞാൻ ആ സമയത്ത് ലേറ്റായിട്ട് തന്നെ എഴുന്നേറ്റ് കേട്ടോ. രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എഴുന്നേറ്റ് അതിപ്പോഴാണ് കണി കാണുന്നത്. അപ്പോൾ വിളക്കണതിന് മുന്നേ നിക്കു എഴുന്നേക്കോ ഇല്ലയോ എന്ന ഡൗട്ടിലാണ് കേട്ടോ ഞങ്ങൾ. കാരണം അവൾ നല്ല ഉറക്കം, രാത്രി ഉറക്കം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിളിച്ചുണർത്താനും പറ്റത്തില്ല.
ഉണർത്തി കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിരിക്കും, ഭയങ്കര കരച്ചിലും ബഹളവും. അങ്ങനത്തെ ആൾ കൈനീട്ടമൊക്കെ നിറയെ കയ്യിൽ മേടിച്ചിട്ട് ഉറക്കത്തിൽ വന്ന് നിൽക്കുവാണേ. ഈ കണ്ണനെയും ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് ആൾ അങ്ങനെ മര്യാദയ്ക്ക് നിൽക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ കരച്ചിലായിരിക്കുമായിരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട്. അങ്ങനെ കൈനീട്ടമൊക്കെ നോക്കി ഞങ്ങൾ അതിശയമായിട്ട് നോക്കണം കേട്ടോ, ഇതൊക്കെ എന്തുവാ എന്നൊക്കെ. കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കണ്ണനെയൊക്കെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ആൾ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേട്ടന് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞല്ലോ, അപ്പം എൻ്റെ ചേട്ടൻ വന്നു കേട്ടോ, ബ്രദർ, അതായത് നിക്കുൻ്റെ മാമൻ. മാമനായിട്ട് വന്നിട്ട് ഞങ്ങൾ മാമൻ്റെ കൂടെ അമ്പലത്തിൽ പോവാണ് കേട്ടോ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റത്തില്ല, അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രം ആയയിൽ പോകാമെന്ന് കരുതി കേട്ടോ. നിക്കുൻ്റെ ചോറൂണൊക്കെ നടന്നില്ലേ, അവിടെ പോകാമെന്ന് കരുതി അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്, ഭയങ്കര വെയിലാണ്. ഞങ്ങൾ ഏകദേശം എത്താറായിട്ടോ, അങ്ങോട്ട് എത്താറായ അവിടെ. അപ്പോൾ നമ്മൾ അർച്ചനയൊക്കെ കഴിപ്പിക്കണമെന്നുണ്ട്. തിരക്കാണെങ്കിൽ ഞങ്ങൾ അതൊക്കെ വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ടേ വരുള്ളൂ, ഇല്ലെങ്കിൽ അർച്ചനയൊക്കെ കഴിപ്പിച്ചിട്ട് വരുള്ളൂ. ദേ അമ്പലത്തിലെ റോഡെത്തി കേട്ടോ, ഇതുവഴിയാണ് അമ്പലത്തിൽ പോകേണ്ട റോഡ്. നോക്കിയപ്പോൾ കാറൊക്കെ പോകുന്നുണ്ട്, തിരക്കുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ അർച്ചനയും ഒക്കെ കഴിപ്പിച്ചിട്ട് തന്നെ വന്നത് കേട്ടോ. വിഷുവായിട്ട് അമ്പലമൊക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണിക്കൊന്നയും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിക്ക് അമ്പലം നല്ല രസമായിട്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബ്. ഒന്നില്ല അമ്പലത്തിൽ പോകുമ്പോഴേ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഇന്ന് പോയപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കണിയും എല്ലാം വെച്ച് നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് അവിടെ നിന്ന് കൈനീട്ടമൊക്കെ കിട്ടി കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കോരാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ദേവിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലമ്മ ചോറും മാങ്ങ അച്ചാറും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മിനി സദ്യ അമ്മ ഒരുക്കിയിട്ടുണ്ട്. തോരൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്തുവാ ഇത്, നമ്മുടെ മീൻ വറുത്തതുണ്ട്. അടുത്തത് നമ്മുടെ പരിപ്പ് കറി, പപ്പടം എല്ലാം അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സലാഡുണ്ട്. അങ്ങനെല്ലാം അമ്മ ഒരു സദ്യ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പായസം വെച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ, അരിപ്പായസം. പാലൊക്കെ ഒഴിച്ച് അരിയിലുണ്ടാക്കുന്ന പായസമാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ട് അമ്മ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. നിക്കു ടൈം ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു. ചേട്ടൻ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് തിരികെ പോയി കേട്ടോ വീട്ടിൽ. ഞാൻ എല്ലാം കൂടെ ഒരു പ്ലേറ്റിലാക്കി. ഞാൻ റൂമിൽ വെച്ചാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് ഉറക്കമായിട്ട് റൂമിൽ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കൂടെ കുഴച്ച് നമ്മൾ സദ്യ കഴിക്കുവാണ് കേട്ടോ. എനിക്ക് ഇലയിൽ കഴിക്കുന്നതാണ് ഇഷ്ടം. എനിക്കെല്ലാമാണ് കേട്ടോ ഇഷ്ടം, ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും. നമ്മൾ ഫെസ്റ്റിവലൊക്കെ എല്ലാം പക്ക ട്രഡീഷണലായിട്ട് ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. നിക്കു ഉണർന്നപ്പോൾ നിക്കുവിന് ഇല ഉണ്ടായിരുന്നു. നിക്കുവിൻ്റെ ഇലയൊക്കെ വെട്ടി നിക്കുവിൻ്റെ ചോറ് കൊടുക്കുകയാണ്. ആൾ പിന്നെ ചോറിന് അലർജിയാണല്ലോ, അതുകൊണ്ട് ആളിത് അതിശയമായിട്ടങ്ങ് ഇരിക്കുകയാണ്. ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് ചോറാണോ മുന്നിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പപ്പടം കൂടെ എടുക്കുന്നില്ല. സാധാരണ പപ്പടമെങ്കിലും എടുക്കുന്നതാണ്. അപ്പോൾ പപ്പടം കൂടെ എടുക്കാതെ ഇങ്ങനെ ആലോചിച്ചങ്ങ് ഇരിക്കുവാണ്. കാരണം ഞാൻ ലോകം മൊത്തം ചുറ്റിയിട്ടാണ് അവൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിരുത്തിയ പിന്നെ ആൾ കഴിക്കുമോ ഇല്ല. പക്ഷേ നമുക്ക് വിഷയമല്ലേ, അവൾക്ക് ഇലയിൽ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പം ആൾ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾക്കൊരു രക്ഷയില്ല, ആൾ കഴിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ വിഷു ഇത്രയൊക്കെ തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ വിഷു ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. സദ്യ പോലും മെയിനായിട്ട് വേറെ ഇടത്ത് ഉണ്ടാവാറില്ല. കണി കാണുക അതായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ സദ്യയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. മെയിനായിട്ട് എനിക്ക് ട്രഡീഷണൽ പരമായിട്ടുള്ള നമ്മുടെ വിഷു, ഓണം, ദീപാവലി, ഇനി തമിഴ്നാട്ടുകാരുടെ പൊങ്കൽ വരെ ആഘോഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം പക്ക ട്രഡീഷണൽ രീതിയിൽ ചെയ്ത് ആഘോഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അമ്മ മാക്സിമം അമ്മയുടെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, സദ്യയായാലും എന്തായാലും. പക്ഷെ ഞങ്ങൾ സെപ്പറേറ്റ് ആകുമ്പോൾ, വീടൊക്കെ വെച്ച് സെപ്പറേറ്റ് ആകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും എല്ലാം ഫെസ്റ്റിവലും ഞാൻ ആഘോഷിക്കും. എല്ലാം നല്ല ട്രഡീഷണലായിട്ട് ആഘോഷിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പായസം കുടിക്കാൻ നേരത്തെ കേട്ടോ. അങ്ങനെ പാത്രത്തിൽ കുറച്ച് പായസമൊക്കെ എടുത്തിട്ട് ലഡു ഉണ്ടായിരുന്നു. ലഡുവും പഴമൊക്കെ എടുത്ത് പപ്പടം കൂടെ വേണമെന്നുണ്ടായിരുന്നു. എല്ലാം കൂടെ ഇനി ഓവറാവുമെന്ന് കരുതി ഞാൻ എടുത്തില്ല. അങ്ങനെ ഞാൻ ഒരുപാട് റീൽസിലുമൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ലഡുവൊക്കെ കൂട്ടി കഴിക്കുന്നത്. നമ്മുടെ ബൂന്തി കഴിക്കുന്ന പോലെ തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിഷു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.